അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളാണ്. അങ്ങനെ സന്നിധിൻ സംഘം അവരെ വിട്ടയച്ചു. അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞു. അവരങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ്. പത്രോസും യോഹന്നാനും വന്നിട്ട് വേണം ഇവരെന്താ ചെയ്തെന്ന് അറിയാൻ. സഭയുടെ ആദ്യത്തെ പീഡനമാണ്. ആദ്യമായിട്ട് സഭ പീഡിപ്പിക്കപ്പെട്ടതാണ്. ആദ്യമായി സഭയിലുള്ളവർ വിസ്തരിക്കപ്പെട്ടതാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയാൻ ഇവർക്ക് വലിയ താല്പര്യമായിരുന്നു, വലിയ ഉത്സാഹമായിരുന്നു തിരിച്ചറിയാൻ, അന്വേഷിക്കാൻ. പുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് എന്തെന്നാൽ, അവർ ചെയ്തതും അവർ പറഞ്ഞതും കേട്ടപ്പോ ഒരുമനപ്പെട്ടു. ഐക്യം ഉള്ളതല്ല, ഐക്യം ഉണ്ടാക്കുന്നതാണ്. സ്വയമേവ രൂപപ്പെടുന്നതല്ല, ഐക്യത നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഒരുമനപ്പെട്ടു. ഇന്ന് ക്രൈസ്തവ സഭയിൽ, കൂട്ടായ്മകളിൽ, സംഘടനകളിൽ ഈ ഒരു വാക്യം അന്യം തിന്നുപോയി എന്ന് നമുക്ക് തോന്നാം. കാരണം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം തുലോം കുറവാണ്. മനസ്സുകൊണ്ട് ഒന്നിക്കാൻ വലിയ തത്രപ്പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഈ നാളിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, എല്ലാവരുടെയും മനസ്സ് വിമർശനാത്മകമാണ്. വിമർശനാത്മകമായ ടോപ്പിക്സ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ എല്ലാറ്റിൻ്റെയും വിമർശിക്കാനുള്ള നെഗറ്റീവ് സൈഡ് കാണാൻ ഈ നാളിൽ ഈ ലോകത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ശക്തമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐക്യതയുള്ളത് എവിടെയുള്ളൂ? കൂട്ടായ്മയ്ക്കകത്തേ ഉള്ളൂ, സഭയ്ക്കകത്തേ ഉള്ളൂ. എന്നാൽ അതിനകത്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കി ജനങ്ങൾ തമ്മിൽ അങ്ങ് പിരിയുകയാണ്. ജനങ്ങൾ തമ്മിൽ അങ്ങ് ചിതറുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രാർത്ഥന, എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷം വിട്ട് മേലോട്ട് പൊങ്ങില്ല. നമ്മുടെ വീട്ടിലെ, നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ കൂട്ടായ്മയുടെ ഏത് പ്രശ്നത്തിൻ്റെയും ഏത് വിഷയങ്ങളുടെയും പരിഹാരം കർത്താവിൻ്റെ പക്കലുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ വേണം? ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്നാ സംഭവിക്കണമെന്ന് അറിയാമോ? ഇരുന്നിടം കുലുങ്ങിന ആ പാരഗ്രാഫിന്റെ അവസാനത്തേക്ക് വരുമ്പോ കാണുന്നത്, ഇരുന്ന സ്ഥലം കുലുങ്ങി. ഇത്ര പവർഫുള്ളാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്?
ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനേ. നമ്മുടെ പ്രാർത്ഥനയിൽ, സ്വകാര്യ പ്രാർത്ഥനയിൽ ദൈവവചനം ചേർത്ത് പ്രാർത്ഥിക്കാൻ പഠിക്കണം, ഒരു കാര്യം. രണ്ടാമത്, കർത്താവിനെ സംബോധന ചെയ്യുന്നതിന് വൈവിധ്യതയുണ്ടാകണം. ഞാൻ അതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ക്രിസ്തേശു മുഖാന്തരം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്നല്ല കർത്താവെ. ഈ ഇൻട്രൊഡക്ഷൻ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് ആ ഒരു തുടക്കം എന്തിനാ നമ്മൾ പറയണേ? ആ ഒരു ആമുഖത്തിന്റെ ആവശ്യം എന്താണ്? ആ ഒരു മുഖവരിയുടെ ആവശ്യം എന്താണ്? നമ്മൾ കർത്താവിന്റെ പേര് പ്രസന്റ് ചെയ്ത് കർത്താവിനെ പ്രൈസ് ചെയ്യുന്നതാണ് അത്. ക്രിസ്തേശു മുഖാന്തരമായി ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഞങ്ങളുടെ നാഥനും വീണ്ടെടുപ്പുകാരനുമായവനെ. ഇങ്ങനെ നമ്മൾ കർത്താവിനെ എങ്ങനെ സംബോധന ചെയ്യുന്നുവോ, ആ സംബോധന എത്ര ദൈർഘ്യമുള്ളതായാലും ദൈർഘ്യമില്ലാത്തതായാലും ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കണം. ചിലർ പ്രാർത്ഥിച്ച് എന്നും അത് തന്നെയായി, അതൊന്നൊരു മാറ്റമില്ല. എങ്ങനെയാ മാറ്റം വരുന്നറിയാമോ? ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണ് ആ സംബോധനയ്ക്ക് മാറ്റം വരുന്നത്. അനുഭവത്തിലൂടെ വിശേഷണ പദങ്ങൾ ചേരുകയാണ്. ഇവിടെ ഇവര് പറഞ്ഞതുണ്ടല്ലോ, ആകാശം, ഭൂമി, സമുദ്രം, അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനേ, സ്വർഗസ്ഥനായ പിതാവേ നമ്മൾ പറയും, രാജാതി രാജാവേ നമ്മൾ പറയും. ഓരോരുത്തരും എങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്, സ്വകാര്യ പ്രാർത്ഥന എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നവരവർക്കറിയാം. അതൊരു ആവർത്തനമായി പോകരുത്. അത് കൃപയോട് കൂടിയതും ഹൃദയത്തിൽ നിന്നുള്ളതുമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സെന്റൻസുകളുടെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥനയിൽ കർത്താവിനെ സംബോധന ചെയ്യുന്നത് അനുഭവങ്ങളിൽ നിന്നായിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവിനെ സംബോധന ചെയ്യുന്നത് അനുഭവങ്ങളിൽ നിന്നായിരിക്കണം. പേര് വീഴുന്നത് അങ്ങനെയാണ്. കർത്താവ് നല്ലവനാണെന്ന് പറയുന്നത് എഴുതി വായിച്ച് പഠിക്കരുത്. കർത്താവ് നല്ലവനാണെന്ന് ഹൃദയം കൊണ്ടും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ കർത്താവിനെ സംബോധന ചെയ്യുന്നു സ്വകാര്യം. അപ്പോ ഒരുമനപ്പെട്ടു അവർ ദൈവത്തോട് നിലവിളിച്ചു. അവനെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ഞങ്ങളുടെ നാഥ. പ്രൈസ് ദി ലോർഡ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? 2-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ നിന്നാണ് അതിന്റെ ഉദ്ധരണിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഈ ശിഷ്യന്മാർ പറയുന്നത് കേട്ടിട്ട് അവർക്ക് തോന്നിയത് ഇത് പറയാനാണ്. ഇതിന്റെ നിറവേറലാണ് ഇവിടെ നടക്കുന്നത് എന്ന് അവർ പറയുകയാണ്. ഞാൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ വചനം ചേർത്ത് പ്രാർത്ഥിക്കണം. വാഗ്ദത്ത വചനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം.
വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കണം. 26-ാം വാക്യം, ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്ന സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും, ആ വാക്യം ശ്രദ്ധിക്കണേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അടുത്ത വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ അവർക്ക് ബലം ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സഭയുടെ രണ്ടാമത്തെ ഒത്തുചേരലാണ് ഇത് എന്ന് പറയാം. പെന്തിക്കോസ്തിക്ക് ശേഷം അവർ വളരെ ശക്തമായി ഒരു മനസ്സോടെ ഒരുമിച്ച് കൂടിയത്. അവർ ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് കൂട്ടമായി ഒരുമിച്ചിരുന്നത് പിന്നീട് കാണുന്നത് ഇവിടെയാണ്. എന്നാൽ അവർ എന്ത് ചെയ്തിരുന്നു? വീടുകളിൽ കൂടി വന്നും അപ്പം നുറുക്കിയും കർത്താവിനെ വാഴ്ത്തിയും അവർ ചെയ്തു വന്നിരുന്നു. അത് വീടുകളിൽ അവരങ്ങനെ കൂടി വരുമായിരുന്നു. എന്നാൽ ഇവിടെ യെരുശലേമിലെ സഭ മുഴുവനും ഒരുമിച്ച് കൂടി വാർത്ത കേട്ട് അവരുടെ വാചകം ഈ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധേയമായി തോന്നിയത്, അവരുടെ പ്രാർത്ഥനാ വിഷയം ശത്രുക്കളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടായിരുന്നില്ല. അങ്ങനെ ഒരു വാചകം ആ പ്രാർത്ഥനയിലില്ല. നിങ്ങൾ നോക്കിക്കോ, ശത്രുവിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി അവരാരും പ്രാർത്ഥിച്ചിരുന്നില്ല. അവരുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? ധൈര്യത്തോടെ പതറാതെ സുവിശേഷത്തിന് വേണ്ടി വാ തുറക്കാനുള്ള കരുത്താണ് അവർ ചോദിച്ചത്. സഭയെ ഒരുമിച്ചിരുന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നിടം കുലുക്കുമാറ് സ്വർഗത്തിൽ നിന്ന് ആ ശക്തി അവരുടെ മേൽ ഇടിച്ചിറങ്ങി. കുറെ കൂടി ധൈര്യം അവർക്ക് ആവശ്യമാണ് എന്ന് കർത്താവിനോട് പറഞ്ഞു. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള ആത്മബലം. പക്ഷെ അവരുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണേ, അവരുടെ പ്രാർത്ഥനയിൽ പ്രതിസന്ധികൾ മാറാൻ അവർ പ്രാർത്ഥിച്ചില്ല.
ഹേരോദാവിനെയും പീലാത്തോസിനെയും അന്തിപ്പാസിനെ ഒന്നും ഇല്ലാതാക്കാനോ അവരെ തകർത്ത് കളയാനോ ഈ ബാധ ഒഴിഞ്ഞു പോകാനോ ഈ ശത്രുത ഇല്ലാതായി തീരാനോ അവർ പ്രാർത്ഥിച്ചില്ല. അവർ പ്രാർത്ഥിച്ചത് നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ തരണമേ. ഈ സമൂഹത്തോട് വളരെ വിനയത്തോടെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആ വാക്യം മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ ചേർത്ത് പ്രാർത്ഥിക്കണം. ഭാരതത്തിന്റെ മണ്ണിൽ വിവിധ സ്ഥലങ്ങളിൽ ധാരാളം ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ്. എനിക്കിന്ന് വാട്സപ്പ് വഴി ഒരു ഡോക്ടർ അയച്ചു തന്ന ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഇങ്ങനെ പറയുന്നു: 12 കോടിയിലധികം ക്രിസ്ത്യാനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവർ വലിയ വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നു. പക്ഷെ ആരുടെയും പേരും മാറിയിട്ടില്ല, ജാതിയും മാറിയിട്ടില്ല. രാജ്യത്ത് വലിയ ഒരു വിപ്ലവകരമായ ആത്മീയ ഉണർവ് സൈലന്റായി നടക്കുന്നുണ്ട്. ഒരു അടിയൊഴുക്കുണ്ട്. അതിൽ എനിക്ക് എഴുതിയ ആ പ്രസ്താവനയിൽ പറയുന്നത്, കത്തോലിക്കാ സഭയിൽ ബിഷപ്പ് പറയുന്നു, അതിൽ കത്തോലിക്കാ സഭയ്ക്ക് കാര്യമായ പങ്കില്ല എന്നാണ്. അവർക്കതിന് കഴിയാതെ പോയി എന്നാണ്. ദൈവമക്കളെ, ഇന്ത്യയെ സുവിശേഷവൽക്കരിക്കാൻ ദൈവം അഭിഷേകം ചെയ്ത് ധൈര്യം കൊടുത്ത, ദർശനം കൊടുത്ത ധാരാളം ഭക്തന്മാരുണ്ട്. എല്ലാവരും സേഫ് കോർണറിൽ നിൽക്കുകയാണ്. എനിക്കൊന്നും സംഭവിക്കില്ലേ എന്ന് പറഞ്ഞ്. പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ ആ ഒരു സേഫ് കോർണറിൽ മാറി നിൽക്കുകയാണ്. 2018 വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ വെള്ളം കയറാത്ത സ്ഥലം വളരെ കുറവ്. ഇന്ന് സ്ഥലം വാങ്ങുന്ന കാര്യം ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് വെള്ളം കയറിയൊന്നാണ്. അല്ലെങ്കിൽ അതൊരു സേഫ് കോർണറാണ്, ഇവിടെ വെള്ളം കയറില്ല എന്ന് പറയുന്നത് പോലെ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ സഭ അനുഭവിക്കുന്ന പീഡകളൊന്നും എനിക്ക് കുഴപ്പം വരില്ല എന്ന് പറയണ്ട, എന്ന് ചിന്തിക്കണ്ട, അങ്ങനെ കരുതണ്ട ദൈവമക്കളെ. കേരളവും അധികം വൈകാതെ അത് കേൾക്കേണ്ടി വരും. ജാഗ്രതയോടെ ഇരിക്കണം. പൂർണ്ണ ശക്തിയോടെ സുവിശേഷം വിഴുങ്ങരുത്. സുവിശേഷം വിഴുങ്ങരുത്. നിർമ്മല സുവിശേഷം ധൈര്യമായി പറയാനുള്ള മനക്കരുത്ത് ഈ നാളുകളിൽ ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നു. ചിലർ പോലീസിനെ കണ്ടാ വിഴുങ്ങും, ചിലർ തിരുമേനിമാരെ കണ്ടാ വിഴുങ്ങും. പറയേണ്ടത് പറയണ്ട എന്ന് വെക്കും. പ്രമാണിമാരെ കണ്ടാലും വിഴുങ്ങും. കർത്താവിന് അത് ഇഷ്ടമല്ല. പറയാനുള്ളത് വെള്ളം ചേർക്കാതെ സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞാൽ ദൈവം നമ്മളെ ഉയർത്തും. വെള്ളം ചേർക്കാതെ സത്യസുവിശേഷം ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞാൽ ദൈവം നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇവർ പ്രാർത്ഥിച്ചത് സന്നിധിയും സംഘത്തിന്റെയും കയ്യപ്പാവിന്റെയും പീലാത്തോസിന്റെയും സുവിശേഷ വിരോധികളിൽ നിന്ന് വരുന്ന പീഡകൾ ഞങ്ങളെ വിട്ടു പോകണമേ എന്നല്ല, പീഡകൾക്കകത്ത് വേല ചെയ്യാനുള്ള ധൈര്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. കൃപ
ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. നമ്മൾക്ക് കൂടി വരുമ്പോ പലപ്പോഴും നമ്മൾ കുലുങ്ങും, പക്ഷെ സ്ഥലമൊന്നും കുലുങ്ങിയല്ല. കുറെ കഴിഞ്ഞപ്പോ നമ്മൾക്ക് കുലുക്കമൊന്നും ഇല്ലാതെയായി. അതിന്റെ കാരണം നമ്മൾ ആത്മീയമായി തഴമ്പിച്ചു പോവുകയാണ്. ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥ എനിക്ക് ഓർമ്മ വരിക. ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയില്ല, കഥയ്ക്ക് ചോദ്യമില്ലല്ലോ. ഒരിക്കല് ഒരു മനുഷ്യൻ ഒരു കോഴിയെ ലേലം വിളിച്ചു കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം, ഇവന്റെ തൊഴിൽ വെടിവെപ്പാണ്, വെടി. ആദ്യത്തെ ദിവസം വെടിവെച്ചപ്പോ കോഴി ഇതുവരെ അങ്ങനത്തെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഈ കോഴി ഏതാണ്ട് 1 മീറ്ററോളം പൊങ്ങിത്തെറിച്ചുപോയി, പേടിച്ചുപോയി. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും വെടിവെച്ചു. വെടിവെച്ചപ്പോ കോഴി അത്രയൊന്നും പൊങ്ങിയില്ല. വെടിക്കെട്ടുകാരൻ വെടിവെപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ വെടിയുടെ വഴിക്ക് നടക്കും. കോഴിക്ക് പൊങ്ങലുമില്ല, അനക്കമില്ല. കോഴിയുടെ വഴിക്കും. കോഴിക്ക് വെടി ഒരു പ്രശ്നമല്ല. കാരണം എന്ത്, ഇത് എന്റെ യജമാനൻ ഇങ്ങനെ സമയാസമയത്ത് വെടിയുള്ളതാ, അതിനിപ്പോ ഞാൻ ഇതിന് മാത്രം തുള്ളാനുണ്ടോ എന്നതാണ് കോഴിയുടെ ചോദ്യം. ഞാൻ പറഞ്ഞതേ, ആദ്യ നാളിലൊക്കെ കൂട്ടായ്മയ്ക്ക് പോയിരിക്കുമ്പോൾ എരിവും സ്പിരിറ്റും ഉത്സാഹവും ശക്തിയും ഒരു വലിയ ഉണർവും എല്ലാം ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു, മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു. പാപബോധം വരും, കരയും. പോയി ഇപ്പൊ എന്തു പറയണു, നമ്മളങ്ങ് തഴമ്പിച്ചു പോയി. ഒരു വെടി വെക്കണേന് ഇതിന് മാത്രം പൊങ്ങാനുണ്ടോ എന്നായി നമ്മളിപ്പോ. ഒരു യോഗത്തിനൊന്നും അങ്ങനെയൊന്നും നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. മനം തഴമ്പിച്ചു പോകുന്നു. ആത്മീയ തഴമ്പിപ്പ് വചനത്തിന്റെ ശക്തിക്ക് മുൻപിൽ അനക്കമില്ലാതിരിക്കുന്നത് ആപത്താണ്. ഞാനൊന്നുകൂടി പറയട്ടെ, വചനത്തിന്റെ ശക്തിക്ക് മുൻപിൽ അനക്കമില്ലാതിരിക്കുന്നത് ആപത്താണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞു, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കില്ല. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. ആകയാൽ നമ്മൾ കർത്താവിനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. ചെവി കേൾക്കില്ലാത്തതുകൊണ്ടല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ആരവം ഉയരണം. കണക്ക് നോക്കാതെ സ്തുതിക്കണം. മസില് പിടിക്കാതെ കർത്താവിനായി ജാഗരിക്കണം. വ്യവസ്ഥയില്ലാതെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ മുൻപിലെ ശത്രു നീങ്ങാനല്ല, ശത്രു പാളയത്തിനകത്ത് ദൈവകൃപ അനുഭവിപ്പാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കൊത്തവണ്ണം, കർത്താവേ, എനിക്ക് സൗഖ്യമല്ല പ്രധാനം, കൃപയാണ് പ്രധാനം. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? സൗഖ്യമല്ല പ്രധാനം, ദൈവകൃപയാണ് എനിക്ക് പ്രധാനം. രോഗം മാറിയില്ലെങ്കിലും എനിക്ക് നിന്റെ കൃപ വേണം. കർത്താവേ, എന്റെ കാലുകൾ തളർന്നു കിടക്കുകയാണ്. എന്റെ കാലിൽ ഞാൻ എഴുന്നേറ്റില്ലെങ്കിലും കിടന്ന കിടപ്പിൽ എനിക്ക് നിന്റെ കൃപ വേണം. എല്ലാ ദിവസവും നിന്നെ പ്രസംഗിക്കാൻ
എനിക്ക് കൃപ വേണം. എല്ലാ ദിവസവും നിന്റെ സാക്ഷിയാകാൻ എനിക്ക് നിന്റെ കൃപ വേണം. മക്കളില്ലാത്തതല്ല പ്രശ്നം. മക്കളില്ലെങ്കിലും ജീവിക്കാൻ ദൈവകൃപ വേണം. ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിലും, ക്യാൻസറിന്റെ വടുക്കൾ ശരീരത്തിലുണ്ടെങ്കിലും, ക്യാൻസർ അല്ല പ്രശ്നം. ക്യാൻസറിനകത്ത് അതിജീവിക്കാനുള്ള ദൈവകൃപ എനിക്ക് വേണം. രോഗങ്ങളും സാഹചര്യങ്ങളും എന്ത് തന്നെയായാലും ഈ ഡിവൈസിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനോട് ആവശ്യപ്പെടാം. പ്രതിസന്ധികൾക്കകത്ത് എനിക്ക് അങ്ങയുടെ കൃപ തരണമേ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അങ്ങയുടെ കൃപ തരണമേ. ഹല്ലേലൂയ. ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ഇരുന്നിടം കുലുങ്ങി. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. ആ സവിശേഷതകൾ കർത്താവിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ കർത്താവിന്റെ ദാസന്മാരെയും ആ സമൂഹം സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അവർ അതിന് തക്കവണ്ണം നിന്നിരുന്നു. അതുകൊണ്ട് ജനമെല്ലാം, ഇവരെ കണ്ടവരും ഇവരിൽ നിന്ന് കേട്ടവരും വിശ്വാസത്തിലേക്ക് ഇരച്ചെത്തി. ആയിരക്കണക്കിന് ആത്മാക്കൾ അലറി വിളിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. എല്ലാവരും നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. എല്ലാവരും ദൈവാത്മാവ് നിറഞ്ഞത്. എല്ലാവരും ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ പുറപ്പെട്ടു. നമ്മളെല്ലാവരുടെ മേലും ദൈവാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ സാക്ഷികളാണ്. നമ്മൾ ധൈര്യപൂർവം കർത്താവിനെ കുറിച്ച് പറയും. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ബലം കിട്ടുന്നുണ്ടോ? ഏത് സ്ഥലത്ത് നിന്നായാലും, ഏത് വ്യക്തിയോടായാലും യേശുവിനെ കുറിച്ച് പറയാനുള്ള ഒരു 2 സെന്റൻസ്, വാദോരാതെ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു 2 വാചകം യേശുവിന് വേണ്ടി പറയാനുള്ള മനക്കരുത്തുള്ളവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അത് പറയണം ദൈവമക്കളെ. ലോകത്തുള്ള ഇന്റർനാഷണൽ കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് വിളമ്പും. എന്നാൽ അതിൻ്റെ കൂടെ യേശു കർത്താവ് നമുക്ക് നൽകിയ ആത്മരക്ഷയെ കുറിച്ച് പറയാത്തത് അവർക്ക് എന്ത് തോന്നുമെന്നുള്ള നമ്മുടെ തെറ്റായ ചിന്ത കൊണ്ടാണ്. എൻ്റെ വീട്ടില് ഈ ആളുകൾ വന്നിട്ട് അവരോട് ഞാൻ ഇപ്പൊ സുവിശേഷം പറയാൻ പോയാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല എന്ന ചിന്തയാണ്. ദൈവമക്കളെ, അങ്ങനെയല്ല. ഞാനത് പറയാതെ പോയാൽ, പോകുന്ന വഴിക്ക് അവർ മരിച്ചു പോയാലോ? കണക്കാര് പറയേണ്ടി വരും? നമ്മൾ പറയേണ്ടി വരും. ചില അങ്കിൾമാരെ എനിക്ക് ഓർമ്മയുണ്ട്. കടന്നു ചെന്നാൽ ആദ്യം സുവിശേഷം പറയും. ആദ്യം പറയുന്ന വാചകം ഇതാണ്: കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തു. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവസാനത്തെ സെന്റൻസ് ഇതാണ്: അല്ലല്ല മാനസാന്തരപ്പെടായാൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. തീർന്നു. ഇത്രയും കാര്യം നിന്ന നിപ്പില് 4 വാചകം പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തുമാത്രം ആവേശവും തരിപ്പും ആ ഹൃദയത്തിനകത്തുണ്ടായിട്ടാണ്
ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്. അതാണ് ആത്മീയ ഉണർവ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞിരുന്നില്ല. സകലതും അവർക്ക് പൊതുവായിരുന്നു. 37 വാക്യം നോക്കി. തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകദേശം ഇപ്പൊ 10,000 പേര് കൂടുതലായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ആദ്യത്തെ പ്രസംഗത്തിൽ 3000, രണ്ടാമത്തേതിൽ 5000, അങ്ങനെ തന്നെ 8000 10,000 12,000 15,000 ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ വിശ്വസിച്ചവർക്കെല്ലാം ഏക ഹൃദയം, ഏക മനസ്സ്, രണ്ടും ഒന്നാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അവർ വരുമ്പോൾ അവർക്ക് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല, രണ്ടാമതൊരു ചിന്തയുണ്ടായിരുന്നില്ല, രണ്ടാമതൊരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അവൾ എന്താ ചെയ്യണേ, അവൻ എന്താ ചെയ്യണേ, അവൻ ആരോടെ അടുത്താ പോയിരിക്കണേ, അവൾ ആരോടാ മിണ്ടണേ, അവൻ എന്താ ചെയ്യണേ, അവൾ എവിടെ പോവുകയാണ്, അവൾ എന്താ വൈകി വന്നേ, അവൻ എവിടെ പോയി, അവൻ എന്താ കൊടുത്തേ. ഇങ്ങനെയുള്ള ചിന്തകൾക്കല്ല 1-ാം നൂറ്റാണ്ടിൽ സഭ ഒരുമിച്ച് കൂടി വന്നിരുന്നത്. നമ്മൾ ഇന്ന് ഒരുമിച്ച് സഭായോഗത്തിന് വരുമ്പോൾ, ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ, നമ്മുടെ കാര്യം ഒഴിച്ചും ബാക്കി എല്ലാവരുടെയും കാര്യം നമ്മൾ അന്വേഷിച്ചിട്ടേ പോകൂ. എന്തൊരു മാറ്റം 1-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും തമ്മിലുണ്ടായി. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ, ആത്മീകമായി ശക്തി സംഭരിച്ച സഭ, അവർ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ, രണ്ടാമതൊരു അഭിപ്രായമില്ല, അവർ ഒന്നിച്ച് ഏകസ്വരമായി അവരെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, അവർക്ക് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അതുകൊണ്ട് അവർ തമ്മിൽ കാണും. കാണാനായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്, തമ്മിൽ കാണാൻ, ദൈവമക്കളെ പരസ്പരം കാണാൻ. എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ ആത്മീക ശുശ്രൂഷയുടെ ആരംഭത്തിൽ എന്നെ ബൈബിൾ പഠിപ്പിച്ച ആളെ ഞാൻ എന്നും പോയി കാണും. അദ്ദേഹത്തിന്റെ വീടിന്റെ പടിക്കൽ അദ്ദേഹം കാണും എന്നും. അവിടെ ഒരു വെല്ലിപ്പന ഒരു തോർത്തുമുണ്ട് കൊടുത്ത്, ഒരു തോളുമുണ്ട് കൊടുത്ത് അവിടെ നിൽപ്പുണ്ടാവും. ചെന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ യുദ്ധം, ഹർമഗദോൻ യുദ്ധം, സഹസ്രാബ്ദ വാഴ്ച, വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, അന്ത്യന്യായവിധി, നരകം, അധമപാതാളം, ഇങ്ങനെ പാതാള പ്രദേശം, എല്ലാ ടോപ്പിക്കാ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എടുത്തിടും. വേറെ ഒരു വിശേഷം പറയാനില്ല. അത് നല്ല സരസമായിട്ട് മണിമണിയായിട്ട് പറയും. ഞാൻ പറയും പോലെയല്ല, കേട്ടിരിക്കാൻ ഭയങ്കര സുഖമാണ്. ഒരു കല്ലിന്റെ മുകളിൽ നമ്മൾ പോയിരിക്കും, വല്യപ്പം പറയണതെല്ലാം കേൾക്കും. ദൈവമക്കളെ, കാണാനുള്ള വാഞ്ച വളരെ കൂടുതലായിരുന്നു. എല്ലാ ദിവസവും കൂട്ടായ്മയാണ്. വീട്ടിലെ പണിയും വീട്ടിലെ ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ കൂടെ കൂട്ടായ്മയും. പക്ഷെ അന്ന് അങ്ങനെ നടന്നതൊന്നും വൃഥാവായില്ല. അതിനെല്ലാം ദൈവം ഭൂമിയിൽ തന്നെ കണക്ക് തീർത്തു. ഭൂമിയിൽ തന്നെ അവൻ ഒത്തിരി അതിൻ്റെ 10 മടങ്ങ് അവൻ തിരിച്ചു തന്നു. എവിടെയൊക്കെ ശൂന്യതയുണ്ടായിരുന്നോ അവിടെയെല്ലാം അവൻ സമൃദ്ധി തന്നു. യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് അവൻ യോഗ്യത തന്നു. കഴിവില്ലാത്തിടത്ത് അവൻ കഴിവ് നിറച്ചു. ഞാനിവിടെ മാഗസിന് കൊടുക്കാനായിട്ട് ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക. അതെന്റെ മുൻപിലുണ്ട്. 124-ാം സങ്കീർത്തനത്തിലെ വാക്യം,
യഹോവ എന്റെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ എന്തുമാകുമായിരുന്നു? ഞാനത് തിരിച്ചു ചിന്തിച്ചു. എന്റെ കർത്താവ് എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവൻ എല്ലാം തന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെനിക്ക് എന്റെ ദൈവം തന്നതുകൊണ്ടാണ്. ദൈവം തന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മാന്യത, അംഗീകാരം, ബഹുമാനം, സമ്പത്ത്, ഭദ്രത, വിശ്വാസ ജീവിതം, ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, സൗകര്യങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, വീട്, പറമ്പ്, പുരയിട, എല്ലാം എനിക്ക് എന്റെ ദൈവം എന്റെ കൂടെ നിന്നത് കൊണ്ട് കിട്ടിയതാണ്. ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞോളണം, എന്റെ കർത്താവ് എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. കേട്ടെ, എന്റെ യേശു എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, എന്റെ കർത്താവ് എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒഴുകിപ്പോകുമായിരുന്നു. അവൻ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഓർമ്മയായി തീരുമായിരുന്നു. അവൻ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനി അനുഭവിക്കുന്ന നന്മകളൊന്നും എനിക്ക് കിട്ടുമായിരുന്നില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മറക്കല്ലേ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയമുള്ളവരായി തനിക്കുള്ളത് സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. ഇത് എന്റെ, അത് നിന്റെ, ആ ഒരു ഡയലോഗ് അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അത് എന്റെ ബാഗ്, അത് നിന്റെ ബാഗ്. ഈ ഒരു പക്ഷം ഉണ്ടായിരുന്നതേയില്ല. ദൈവമക്കളെ, അടുത്തിരിക്കുന്നവരെ കുറിച്ച് എതിർചിന്തയുമായി അടുത്തു പോയിരുന്ന് കൈയടിച്ച് പാട്ടുപാടിയാൽ എന്ത് ചെയ്യും? സാധാരണയായി ഞാൻ യോഗത്തിന് പലരെയും കയറ്റിയിരുത്താറുണ്ട്. നിങ്ങൾ മുൻപോട്ട് കടന്നു വരാനായിട്ട് പറയും. എല്ലാവരും തന്നെ എഴുന്നേൽക്കാൻ പറയുമ്പോഴേ അവർക്കറിയാം പലരും അപ്പൊ തന്നെ കയറി വരും മുൻപോട്ട്. എന്നാൽ ഒരാൾക്ക് മാറ്റമില്ലാതെ നിൽക്കുകയാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തെ പേർ ചൊല്ലി വിളിച്ചു. പേർ ചൊല്ലി വിളിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് മറ്റേ തൊട്ടടുത്ത കസേരയിലേക്ക് മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മതി എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ വിളിച്ചു, എന്നിട്ട് എന്താ മുമ്പോട്ട് കയറി നിൽക്കാത്തതിന്റെ കാരണമുണ്ട്. ആ മുൻപിൽ കയറി നിൽക്കാൻ ഇടം തന്ന ആ കക്ഷിയുമായിട്ട് നല്ല വഴക്കിലാണ്, പോരിലാണ്. ദൈവമക്കളെ, ഇങ്ങനെ രണ്ട് ധ്രുവത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ തമ്പുരാൻ മറുപടി തരും? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ നമുക്കതിനൊരു റൈറ്റ് ആൻസർ കിട്ടും? വളരെ ഭാരമാണ്, വളരെ അസാധ്യമാണ്. അങ്ങനെ നമുക്ക് കിട്ടാതെ പോയ നന്മകൾ ഒത്തിരിയാണ്. നമ്മുടെ വാശി കാരണം, നമ്മുടെ പിണക്കത്തിന്റെ കനം കാരണം നമുക്ക് കിട്ടാതെ പോയ നന്മകൾ ഒത്തിരിയാണ്. കർത്താവേ, ഉയരങ്ങളിൽ നിന്ന് എനിക്ക് അങ്ങൊരു കൃപ, അങ്ങൊരു അനുഗ്രഹം എനിക്ക് തരുന്നുവെങ്കിൽ എനിക്കത് നഷ്ടപ്പെടരുത്. മറ്റുള്ളവരെ കർത്താവിന്റെ കൽപ്പനകളിൽ വളരെ കടുപ്പമുള്ളതാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവനെ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും. അത്ര എളുപ്പമല്ല. അതിലെല്ലാം നമ്മൾക്കുള്ള കുറവുകൾ കൊണ്ടാണ് നമ്മൾ ഈ ലെവൽ കീപ്പ് ചെയ്ത് പോണത്. നമ്മൾ മുൻപോട്ടും പോകില്ല, പുറകോട്ടും പോകില്ല. ഒറ്റ ഗിയർ, ഒരേ ഒരു ഗിയർ. ആ ഗിയറിൽ ഓട്ടം തുടങ്ങിയിട്ട് കുറെ ആയി, ഇന്ധനം കുറെ കത്തി.
കിലോമീറ്റർ എന്ത് ചെയ്താലും വണ്ടി മുമ്പോട്ട് ഓടണില്ല. കാരണം എന്ത് ചെയ്യും? ഗീറ് മാറൂല. ഗീറ് മാറാണ്ട് വണ്ടി പോവില്ല കൂടെ പുറപ്പേ. ഗീറ് മാറണം. ഗീറ് മാറണമെങ്കിൽ ഏകമനസ്സോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അബദ്ധങ്ങളൊന്നും നമുക്ക് പറ്റരുത്. പഠിച്ച വചനത്തിനനുസരിച്ച് വിശുദ്ധിയോടെ നിന്നോളണം. മണ്ടത്തരങ്ങൾ പറ്റരുത്. അഴുക്ക് ജീവിതത്തിൽ ഉണ്ടാകരുത്. വീണ് പോകരുത്. നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. എന്തായിരുന്നു അത്? ഒന്നും സ്വന്തമെന്ന് പറയാതെ എല്ലാം വിറ്റ് കാൽക്കൽ വയ്ക്കുന്ന സഭയായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത എന്ത്? കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി ഒന്നും സ്വന്തമെന്നെണ്ണാതെ എല്ലാം പൊതുവക എന്നെണ്ണുന്ന സഭയാണ്. അത് 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും മനോഹരമായ സൗന്ദര്യപൂർണമായ മുഖമായിരുന്നു അത്. നിങ്ങൾ മറക്കരുത്, ഇത് 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ മഹത്വങ്ങൾ എന്തെല്ലാം. ഒന്ന്, അവർ എല്ലാം സ്വന്തമെന്നെണ്ണാതെ എല്ലാം മറ്റുള്ളവരുടെ പൊതുവക എന്നെണ്ണി തങ്ങൾക്കുള്ളത് അവന്റെ കാൽക്കൽ വെച്ചു. അങ്ങനെ മുൻപോട്ട് പോയി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ അനർഗളമായ കൃപ എല്ലാവർക്കും നീ കൊടുക്കണമേ കർത്താവേ. നിന്റെ കരുണയിലും നിന്റെ സ്നേഹത്തിലും നീ അവരെ വസിപ്പിക്കണമേ. നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരം കർത്താവേ, അങ്ങയുടെ കരം അടിയന്റെ ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ മക്കളുടെ മേലും വെക്കണമേ. സഭയായി വളർത്തണമേ, കൂട്ടായ്മയായി വളർത്തണമേ, ദൈവകൃപയിൽ വളർത്തണമേ. എവിടെയെല്ലാം എനിക്ക് കുറവുണ്ട് എന്ന് തോന്നുന്നുവോ, എനിക്ക് വയ്യ എന്ന് തോന്നുന്നുവോ, അങ്ങനെ തോന്നുന്ന വ്യക്തികളെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തോന്നുന്നവരെ എല്ലാം അവരുടെ ബലഹീനതകളെ നിറച്ച് മനക്കരുത്തോടെ, ഉൾക്കരുത്തോടെ, ദൈവകൃപയോടെ മുൻപോട്ട് നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. കർത്താവ് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരും നിനക്ക് വിലപ്പെട്ടവരുമായ എല്ലാവരും അനുഗ്രഹിച്ച് നടത്തണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.